എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ കല്യാണം നേരത്തെ റിവീൽ ചെയ്യാത്തതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ എൻ്റെ ഒരു ദേഷ്യം ഉണ്ടാവുമോ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് അവന് പറഞ്ഞില്ല എന്നുള്ളൊരു ദേഷ്യം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് കമൻറ്റും മെസ്സേജൊക്കെ ഞാൻ നോക്കിയായിരുന്നു. അങ്ങനെ ആരും വിഷമം പറഞ്ഞിട്ടില്ല. അയ്യോ സന്തോഷമായി. ഞങ്ങൾ ഒരുപാട് കാത്തിരുന്ന ഒരു നിമിഷമാണ് അനുമോളുടെ കല്യാണം. അപ്പോൾ പിന്നെ ഭുവനേഷിനെ പറ്റി സംസാരിച്ചു. എന്തായാലും ഫൈനലി അനുമോൾ നല്ലൊരാളെ കല്യാണം കഴിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കമൻറ്റ്സൊക്കെ വായിച്ചപ്പോൾ ഒത്തിരി മനസ്സിൽ അറിയില്ല, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷവും സ്നേഹവും ഉണ്ട് എല്ലാവരോടും. പിന്നെ അത് കൂടാതെ ആരും വിളിച്ചിങ്ങനെ അയ്യോ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അനുമോള് വിവാഹം കഴിച്ച് തന്നെ നമ്മളെല്ലാവരും കണ്ടതാണ്. കൊച്ചുവെളുപ്പങ്കാലത്തെ രാവിലെ 4:30 ഗുരുവായൂർ അമ്പലത്തിൽ പോയി താലി കെട്ടി. അതിന് 2-3 ദിവസം മുന്നേ ലക്ഷ്മി നക്ഷത്രമായിട്ട് നടന്ന ഇന്റർവ്യൂവിൽ പോലും ഇതിനെപ്പറ്റി ഒരക്ഷരം അനുമോള് മിണ്ടിയിട്ടില്ലെന്നുള്ളതാണ് ശരിക്കും. ഇനി ഇത് റിവീൽ ചെയ്താൽ എന്താണ് ശരിക്കും പ്രശ്നം? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമോ? അല്ലെങ്കിൽ മേ ബി ഈ ഒരു വിവാഹം മുടക്കാൻ ചിലപ്പോൾ ആരെങ്കിലും ശ്രമിക്കുമോ? ഇതൊന്നും നമുക്കറിയാൻ പാടില്ല. പക്ഷേ അനുമോൾ ഇതൊന്നും പുറത്ത് പറഞ്ഞില്ല എന്നുള്ളതാണ് ശരിക്കും യാഥാർത്ഥ്യം. ഓക്കെ, അനുമോൾ ഒന്നും പുറത്ത് പറഞ്ഞില്ല. അനുമോൾ എല്ലാം ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിപ്പിച്ചു കൊണ്ടു നടന്നു. എത്ര നാൾ, എത്ര ഇന്റർവ്യൂസ്, എത്ര ആളുകൾ മീഡിയസിന് ബൈറ്റ് കൊടുത്തു, എന്തെല്ലാം കൊടുത്തു. പക്ഷേ തനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നും അത് പുറത്ത് പറയില്ലെന്നും മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചു വെച്ചിരുന്നു. ശരിക്കും അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. കാരണം എല്ലാ ഓൺലൈൻ ചാനലുകളുടെയും മണ്ണാക്കിലടിച്ചു കൊടുത്തു അനുമോൾ. ഓക്കെ, പക്ഷേ വിവാഹം കഴിച്ചത് നല്ല അടിപൊളി ഒരു പയ്യനാണ്. ഭുവനേഷ് എന്ന് പറയുന്നത് നല്ലൊരു പയ്യനാണ് കേട്ടോ. നമുക്ക് പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ എത്രയാണെന്നോ അടുത്തൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ശരിക്കും ഒരു പാവം പിടിച്ച ആളാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് തോന്നും. നല്ല അനുമോൾക്ക് ചേർന്ന് ആപ്റ്റായിട്ടുള്ള ഒരു പയ്യൻ. ഓക്കെ, ബാക്കി കാണാം. ഞങ്ങൾ എന്താ വിളിക്കാത്ത എന്നൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. കുട്ടി കല്യാണം കഴിച്ച് കണ്ടല്ലോ, ഞങ്ങളെ വീട്ടിൽ, അതായത് എല്ലാവരും അവരുടെ വീട്ടിലൊരു കുട്ടിയായിട്ടാണ് എന്നെ കാണുന്നത്. അപ്പോൾ അതൊത്തിരി സന്തോഷം. പിന്നെ നമ്മുടെ നാട്ടിൽ ഞാൻ ആക്ച്വലി ഇത് കൊച്ചിയിൽ വെച്ച് നടത്താനാണ് ആദ്യം പ്ലാൻ ചെയ്തത്. കാരണം കൂടുതലും ഫ്രണ്ട്സും എൻ്റെ ക്രൂ എല്ലാവരും കൊച്ചിയിലുള്ളവരാണ്. അപ്പോൾ അവിടെ വെച്ച് നടത്താൻ പ്ലാൻ ചെയ്തു. പിന്നെ ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാട്ടിൽ അല്ലാണ്ട് പിന്നെ എവിടെ വെച്ച് നടത്തേണ്ടത് അല്ലേ? അപ്പോൾ ഞാൻ ജനിച്ച നാടാണ് ട്രിവാൻഡ്രം. ഞാൻ ഒരുപാട് അഭിമാനത്തോടു കൂടി പറയുകയാണ്. എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ല, ചിലപ്പോൾ ഞാൻ ഇമോഷണൽ ആവും, എന്നാലും കുഴപ്പമില്ല, ഞാൻ പറയാം. പുള്ളിക്കാരൻ തമിഴ്നാടാണ്. അപ്പം എന്നെ കല്യാണം കഴിക്കുന്ന ആരാണെങ്കിലും എനിക്ക് ട്രിവാൻഡ്രം വിട്ടു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയൊരു ജില്ലയാണെങ്കിൽ പോലും എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ എവിടെ പോയാലും എബ്രോഡ് എവിടെ പോയാലും എനിക്ക് എൻ്റെ വീട്ടിലും എൻ്റെ ട്രിവാൻഡ്രം എന്ന് പറയുന്ന സ്ഥലം ആണ് എനിക്ക് മെയിൻ. എനിക്ക് എവിടെ വരാതെ എനിക്ക് പറ്റത്തില്ല. എനിക്ക് കൊച്ചി പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും കൊച്ചിയിലോട്ട് സെറ്റിൽ ആകാത്ത എല്ലാ ആർട്ടിസ്റ്റിലും കൊച്ചിയിലോട്ടല്ലേ. ഞാൻ വേണ്ട, എനിക്ക് എൻ്റെ ട്രിവാൻഡ്രം വിട്ട് പോകാൻ പറ്റത്തില്ല. ചെറിയ സിറ്റി ആണെങ്കിൽ പോലും പത്മനാഭൻ്റെ ഒരു അനുഗ്രഹം, ഒരു ബ്ലെസ്സിങ് എനിക്കുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ് ശരിക്കും. ഓക്കെ, നമുക്ക് അറിയാം അനുമോള് ശരിക്കും ഈ റീച്ച് ആവുന്നത് തന്നെ, അതായത് സ്റ്റാർ മാജിക്കിലാണെങ്കിൽ പോലും അനുമോൾ ഒന്ന് ക്ലിക്കായി വന്നത് തന്നെ ട്രിവാൻഡ്രം ലാംഗ്വേജ് ഉപയോഗിച്ചാണ്. തിരുവനന്തപുരക്കാരുടെ ആ ഒരു സ്ലാങ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് അനുമോൾ അത്യാവശ്യം ഫേമസ് ആയത് തന്നെ. സോ അതുകൊണ്ട് സ്വന്തം സ്ഥലത്തോട്, സ്വന്തം ജില്ലയോട് അത്യാവശ്യം സ്നേഹം കൂടുന്നതിൽ കുറവൊന്നുമില്ല കേട്ടോ. കാരണം ആ ജില്ലയാണ് ശരിക്കും അനുമോളെ ക്ലിക്കാക്കി എടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, അനുമോള് ശരിക്കും എനിക്കൊരു ഡൗട്ടുണ്ട്, ഈ ഭുവനേഷിനെ ശരിക്കും ഇൻസ്റ്റാഗ്രാം വഴി എന്തോ പരിചയപ്പെട്ടതാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. മാട്രിമോണി വഴി പരിചയപ്പെട്ടെന്നൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളിക്കാർ പറയുന്നുണ്ടെങ്കിലും, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റാഗ്രാം വഴി ഇരുവരും പരിചയപ്പെട്ടു പ്രണയത്തിലായതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ വീഡിയോയുടെ ബാക്കി നമുക്ക് കാണാം. അതിൽ എവിടെയെങ്കിലും അനുമോള് പറയുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇത് മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇത് ഓക്കെ ആക്കൂലേ? ഓക്കെ. അപ്പം ആ അനുഗ്രഹമൊക്കെ എനിക്കുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പം അത് വിട്ട് ഞാൻ പോവില്ലെന്ന് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ പറയുന്നതിന് മുന്നേ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു, ട്രിവാൻഡ്രവും വീടും അമ്മയും റിലേറ്റീവ്സൊക്കെ ഇവിടെയല്ലേ, അപ്പോൾ പുള്ളി ഇങ്ങോട്ട് വരാം, പുള്ളിയും അമ്മ ഇങ്ങോട്ട് വരാം, അവർ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് എന്തിനാണ് അനുമോളെ കരയുന്നത്? ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? ഇതിനെന്താണ് ശരിക്കും കരയുന്നത്? പുള്ളിക്ക് അനുമോളെ അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടായിരിക്കാം പുള്ളി ട്രിവാൻഡ്രത്ത് വന്ന് സെറ്റിൽ ആവാന്ന് പറഞ്ഞത്. പുള്ളിയുടെ അമ്മയുടെ കൊണ്ട് ട്രിവാൻഡ്രത്ത് വന്ന് സെറ്റിൽ ആവാന്ന് പറഞ്ഞത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യമാണ്. ശരിക്കും പാർട്ട്ണറിന് ഒരു വില കൊടുക്കുന്ന, ഒരു വാല്യൂ കൽപ്പിക്കുന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി. ഇതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട്, നല്ല ബാക്കിയുള്ള എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് നല്ലൊരു അടിപൊളി കപ്പിൾസ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും.
അനുമോളെ അത്രയ്ക്കും വിശ്വസിച്ച് അനുമോളെ അത്രയും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി അനുമോള് കിട്ടിയില്ല. അനുമോൾ സന്തോഷിക്കുകയാണ് വേണ്ടത്, കരയുകയല്ല വേണ്ടത്. ചിലപ്പോൾ ഇത് ആനന്ദാശ്രുവൊക്കെ ആയിരിക്കും, എനിക്കറിയാൻ പാടില്ല. എന്നാലും ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കരയുന്നത് ശരിക്കും കുറച്ച് ഓവർ അല്ലേ എന്ന് എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ. ബാക്കി കാണാം. ഭയങ്കര സന്തോഷം തോന്നും. കാരണം അമ്മയച്ഛന് ഞാൻ പുള്ളിയടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ പുള്ളി എടുത്ത് സംസാരിക്കുമ്പോൾ സന്തോഷം കൊണ്ട് വരണം കേട്ടോ. അയ്യോ ഞാൻ കരയണം. അയക്കടാ, അത് ഞാൻ ഇപ്പൊ പറയൂല. ഇല്ല, അതൊന്നും ഇപ്പൊ പറയില്ല. കാരണം നമ്മൾ ഇല്ല ഇതിൽ ഞാൻ പിന്നെ റിവ്യൂ ചെയ്യും. കാരണം ഞങ്ങളെ വ്ളോഗിൽ പോലും ഞങ്ങൾ അത് പറഞ്ഞിട്ടില്ല ഒന്നത്. ഇതിപ്പോ ഈ സംഭവം പോലും ഞാൻ റിവീൽ ചെയ്യാത്ത ഒരു മെയിൻ കാരണമാണ്. ഇതുപോലും പറയാൻ പാടില്ല, പക്ഷെ പെട്ടെന്ന് എന്തോ പറയാൻ തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു. അതുകൊണ്ടാട്ടോ പതിയെ നമ്മൾ ആദ്യമേ ഒന്നും പറയാൻ പാടില്ല. ഇപ്പോൾ സംഭവം കിട്ടിയില്ലേ, അത് മതി. കൊള്ളാമല്ലോ. അപ്പൊ അനുമോളുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബിൽ ഇത് പാർട്ടായിട്ട് ഇട്ട് പരിചയപ്പെട്ടിടം തൊട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ബൈറ്റും എല്ലാം പുള്ളിക്കാരുടെ കാണും. ഇതെല്ലാം ഇങ്ങനെ പാർട്ടായിട്ട് ഇട്ട് ശരിക്കും ഒരു ട്രെൻഡിങ് കയറി അത്യാവശ്യം നല്ലൊരു വരുമാനം, നല്ല ഒരു ഏണിങ്സ് ഇതിൽ നിന്നും സ്വന്തമാക്കുക എന്നുള്ളതായിരിക്കാം അനുമോളുടെ ആ ഒരു ലക്ഷ്യം. ഓക്കെ, ശരിക്കും എനിക്കിവിടെ ഓർമ്മ വരുന്നത് പേളിമാണിയാണ് കേട്ടോ. പേളിമാണി ശരിക്കും കുഞ്ഞിന്റെ, അതായത് നിളയുടെ പേളിമാണിയുടെ ഫസ്റ്റ് ഡെലിവറി, നിള ബേബിയെ പ്രസവിച്ച സമയത്തുള്ള വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താണ് പേളിമാണി അത്യാവശ്യം നല്ല റീച്ചിലെത്തിയത്. ഇപ്പൊ അനുമോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, അനുമോൾ ഒരു വിവാഹം കഴിച്ചു, ആ വിവാഹത്തിന്റെ A to Z കാര്യങ്ങൾ പാർട്ട് ബൈ പാർട്ടായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് റീച്ചിലെത്തിക്കുന്നു. ഓക്കെ, നാളെ ചിലപ്പോൾ നമുക്കൊരു പേളിമാണിയുടെ സ്ഥാനത്ത് മേ ബി ചിലപ്പോൾ അനുമോളെ കണ്ടേക്കാൻ നമുക്ക് സാധിക്കും. അത് മാത്രമല്ല, അനുമോള് പുള്ളിക്കാരനെ കൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിച്ചിട്ട്, ഭുവനേഷ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിച്ചിട്ട് അതിൽ ഫസ്റ്റ് വീഡിയോ ഇട്ടു. ആ വീഡിയോ ശരിക്കും പറഞ്ഞാൽ നല്ല റീച്ചായി, ഒരു 3-4 ലക്ഷം അടുപ്പിച്ച് എന്തോ വ്യൂസ് ഒക്കെ അതിന് കിട്ടി. ഇതൊക്കെ ഒരു വലിയ കാര്യമാണ് ശരിക്കും. ഓക്കെ, ശരിക്കും ഒരു ബിസിനസ് മൈൻഡിലേക്ക് അനുമോള് പോകുന്നു എന്ന് പോലും എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ബാക്കിയാണ്. ഓക്കെ, സോറി കേട്ടോ. പക്ഷെ ഇതൊക്കെ ഞാൻ പറയാതെ വെച്ചിരിക്കുന്നൊരു സംഭവമായിരുന്നു. എൻ്റെ യൂട്യൂബിൽ ഇല്ലേ ചേട്ടാ, അത് മതി. അങ്ങനെ അത്രേ ഉള്ളൂ. ഇത് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇത് കാണുമ്പോഴൊക്കെ പല ആൾക്കാർക്കും ക്രിഞ്ചായിട്ട് തോന്നും. ഈ എന്തെങ്കിലും ഇങ്ങനെ പിന്നെ സ്വന്തം നാട് വിട്ട് പോവാം, പിന്നെ അതൊക്കെ ചുമ്മാ ആക്ടി. ഒരിക്കലും അല്ല. അത് സ്വന്തം ജില്ലയിൽ സ്വന്തം നാട്ടിലൊക്കെ ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ കുറച്ച് പേർക്ക് അത് മനസ്സിലാവും എങ്ങനെയാണെന്ന്. ചില ആൾക്ക് നമ്മൾ പറയണം നിങ്ങൾ നാടും വീടൊക്കെ വിട്ട്. ഇപ്പം എനിക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട് പുള്ളിയോട്. കാരണം പുള്ളിയുടെ നാടും വീടും റിലേറ്റീവ്സിനെയൊക്കെ വിട്ടിട്ടാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട്. കാരണം പുള്ളിക്ക് അറിയാം. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയും അച്ഛനൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും വേണം, എനിക്ക് എപ്പോഴും കാണണം. ഷൂട്ടൊക്കെ ഞാൻ പോയി കഴിഞ്ഞാലും അച്ഛനും അമ്മയും ഞാൻ അപ്പോഴും വീട്ടിലേക്ക് വരും, അവരെ കാണും. പിന്നെ ചേച്ചി ചേട്ടൻ അങ്ങനെ മാറി നിൽക്കുന്ന എനിക്ക് ഇഷ്ടമില്ല. ഞാൻ ദുബായിലൊക്കെ പോയാലും ഞാൻ പെട്ടെന്ന് വരും. കൊച്ചിയിൽ പോയാലും ഞാൻ എല്ലാവർക്കും അറിയാം, എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. കൊച്ചിയിൽ പോയി ഷൂട്ട് കഴിഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ ഞാൻ തിരിക്കും. ഞാൻ അവിടെ സ്റ്റേ ചെയ്യാനോ നിൽക്കാനോ പിറ്റേ ദിവസം ഫ്രണ്ട്സിനോട് ചില്ല് ചെയ്യാനോ ഒന്നും ഞാൻ പോയി. കാരണം അതിലെ നൂറെ എപ്പോഴും വഴക്കാണ്, നീ ഇവിടെ വന്നു കഴിഞ്ഞ് പെട്ടെന്ന് പോവും, കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ പോലും അവളോട് പറയില്ല എന്ന്. കാരണം എൻ്റെ വർക്ക് കഴിഞ്ഞ് ഞാൻ ആ സ്പോട്ടിൽ തന്നെ ഓടും. കാരണം എനിക്ക് എൻ്റെ ട്രിവാൻഡ്രത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ പോയി കിടന്നുറങ്ങാതെ എനിക്ക് സമാധാനം കിട്ടത്തില്ല. അപ്പോൾ അതറിഞ്ഞ് എൻ്റെ മനസ്സറിഞ്ഞ് പുള്ളി നിന്നത് ഭയങ്കര വലിയ കാര്യമാണ്. പിന്നെ പുള്ളിക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് കുറച്ചും കൂടുതൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പോയിട്ട് വന്നേനെ. ഇല്ല പോവാ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പം വർക്ക് ഫ്രം ഹോം ആണല്ലോ, പുള്ളിയുടെ ഫീൽഡ് എന്താണെന്നൊന്നും ആർക്കും അറിയത്തില്ല ഇപ്പോഴും. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇനി അഥവാ ഭുവന് ഇനി ഇപ്പോൾ മുംബൈയിൽ പോയി ജോലി ചെയ്യുന്നതാണെങ്കിൽ എന്തായിരിക്കും ഒരു ഓപ്ഷൻ? അതായത് എന്തായിരിക്കും, എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുമായിരുന്നോ, അതെന്തായിരുന്നു എന്ന് പറയും. സത്യസന്ധമായിട്ട് പറയണം, ഞാൻ ഇമോഷണൽ ആവത്തില്ല ഒന്നുമല്ലോ, സത്യസന്ധമായിട്ട് പറഞ്ഞു. എൻ്റെ അടുത്ത് പറയുമോ? பெர்மனன்ட் ஒர்க் ஃப்ரம் ஹோம் இல்லை, ஸோ பிரச்சனை இல்லை. அதை பற்றி திங்க் பண்ணதில்லை. பட் ஓகே, ஏன்னா என்னோட அம்மா கேம் கூட தானே இருக்காங்க, அது பிரச்சனை இல்லை. எனக்கு பிளேஸ் அவ்வளோ இம்பார்ட்டன்ட் இல்லை. പക്ഷേ இந்த ரிலேட்டிவ்ஸ் ஃப்ரெண்ட்ஸ் எல்லாம் கொஞ்சம் ஓகே தான். லைக் கொஞ்சம் அங்கேருந்து வர்றது கொஞ்சம் உனக்கு எப்படியோ அதே மாதிரி தான் எனக்கு இருந்தது. பட் ஓகே, பிடிச்ச ஒரு பர்சன் கூட இருந்தாங்கன்னா அதுக்கப்புறம் அதை മാറ്റിക്കില്ല, அந்த மாதிரி நினச்சி நான் வந்துட்டேன். ஸோ കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്.
ഭുവനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പോലും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പുള്ളിക്ക് എന്നെ എന്തായാലും അറിയാൻ വഴിയില്ല, അതറിയാലോ. ഇല്ല. പിന്നെ ഞങ്ങൾക്ക് ഈ എനിക്ക് പുള്ളി നേരത്തെ അറിയാം, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട് ഇന്നത്തെ കാര്യം. പിന്നെ എനിക്ക് ഇത് അറേഞ്ച്ഡ് ആണോ ലവ് മാരേജ് ആണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ പറയത്തില്ല. കാരണം ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത് November 10th. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രോഗ്രാം കാര്യം അങ്ങനെയാണ്. പിന്നെ അതിന് മുന്നേയായിട്ട് എന്തായാലും പുള്ളിയെ കാണാൻ ചാൻസ് ഇല്ല, പുള്ളി എന്നെയും കാണാൻ ചാൻസ് ഇല്ല. രണ്ട് സ്ഥലത്താണ്. അപ്പോൾ അതുണ്ട്, അതിനുള്ള ആൻസറൊക്കെ ഞാൻ പറയാം. അതൊരു വലിയ സ്റ്റോറിയാണ് അല്ലേ, വലിയ സ്റ്റോറിയാണ് അത്. നമ്മൾ പതിയെ നമ്മുടെ ചാനൽ, പുള്ളിക്ക് യൂട്യൂബ് ചാനൽ എനിക്കും ഉണ്ട്. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിച്ച് ഭുവനേഷിനെ കൊണ്ട്. ഇനി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിച്ച് ഭുവനേഷിനെ കൊണ്ട് അതിൽ റീച്ച് ഉണ്ടാക്കി. ശരിക്കും എനിക്ക് തോന്നുന്നു, ഞാൻ അതാണ് പറഞ്ഞത്, ശരിക്കും ഇവർ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടതാവാനാണ് സാധ്യത കേട്ടോ. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട് ലവ് കം അറേഞ്ച്ഡ് മാരേജ് ആവാനുള്ള സാധ്യതയാണ് ശരിക്കും കൂടുതൽ. അതിനാണ് ചാൻസും. അതൊന്നും പുള്ളിക്കാരി ചിരിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം. ശരിക്കും മേ ബി എനിക്കൊന്നു ഈ ഭുവനേഷ് ശരിക്കും IT ഫീൽഡ് എന്ന് തോന്നുന്നു കേട്ടോ. ശരിക്കും വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറയുന്നതുകൊണ്ട് ശരിക്കും IT ഫീൽഡ് എന്നാണ് തോന്നുന്നു പുള്ളി. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടത് ശരിക്കും ഇൻസ്റ്റാഗ്രാം ത്രൂ ആയിരിക്കാനാണ് ചാൻസ്. അല്ലാതെ ഇവർ രണ്ടുപേരും ത്രൂ, പുള്ളിക്കാരന് സിനിമ സീരിയൽ ഇതുമായിട്ടൊന്നും വലിയ കണക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിയാണ്. പിന്നെ അറിയില്ല, എന്തായാലും നല്ലൊരു പയ്യനെ തന്നെ കിട്ടിയെന്നുള്ളത് ശരിക്കും അനുവിന്റെ ലക്കാണ് കേട്ടോ. ചിലപ്പം അനു പറഞ്ഞ പോലെ ട്രിവാൻഡ്രത്ത് പത്മനാഭന്റെ മണ്ണിൽ പത്മനാഭൻ ചിലപ്പോൾ കൂട്ടായിട്ട് അനുവിന്റെ കൂടെ കാണും. അതുകൊണ്ട് വേറെ ഒന്നും പറയല്ല, നമുക്ക് ബാക്കിയാണ്. പുള്ളിക്ക് യൂട്യൂബ് ചാനൽ വെറുതെ കിടക്കായിരുന്നു, പക്ഷെ ഞങ്ങൾ പൊക്കിക്കൊണ്ട് വന്നില്ലേ. ഭുവനേഷിൻ്റെ അടുത്ത് ഞാൻ അന്നും പറഞ്ഞു യൂട്യൂബ് ചാനലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പം ഞാൻ കുറച്ച് പുഷ് ചെയ്ത്. അപ്പോൾ പുള്ളിക്ക് നല്ല ടാലൻ്റ് ഉണ്ട്, വ്ളോഗ് കൊണ്ടുപോകാനും എല്ലാത്തിനും. എന്നെക്കാൾ നല്ല ടാലൻ്റ് ഉള്ള ഒരാളാട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഇരുത്തി പുകഴ്ത്താണെന്ന് പറയണ്ട, നല്ല ടാലൻ്റ് ഉള്ള ഒരാളാണ്. അപ്പം ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം അറിയാം. അപ്പം അതെ, അത് സീക്രട്ട് ആണ്. ആരാണ് പ്രപ്പോസ് ചെയ്തത്? അതായത് ഞാൻ പറയാം, അനുമോള് ഭുവനേഷിനെയാണ് പ്രപ്പോസ് ചെയ്തത്. കാരണം ഭുവനേഷ് ശരിക്കും ഒരു ഇൻട്രോവേർട്ട് ടൈപ്പാണ്. അത് നമുക്ക് കല്യാണത്തിന് തന്നെ മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം മീഡിയക്കാരൊക്കെ വന്ന് ഈ ഇടിച്ച് കയറി നിന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒന്നും അറിയില്ല. അവിടെയൊക്കെ ആക്റ്റീവായിട്ട് നിന്നതും നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് നിന്നതും അനുമോള് തന്നെയാണ്. സോ ഐ തിങ്ക് അനുമോളാണ് ശരിക്കും ഭുവനേഷിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് പ്രപ്പോസ് ചെയ്യാൻ സാധ്യത കൂടുതൽ. ഒരു 95% അനുമോളാണ്, ഒരു 5% മാത്രം ഭുവനേഷിനോട് കേട്ടോ. ബാക്കി കാണാം. ഭുവനേഷ് അനുമോളെയാണോ അനുമോൾ ഭുവനേഷിനെയാണോ? നിങ്ങൾ കമന്റ് ചെയ്യൂ. യെസ്, നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. അല്ലേ, ആർക്കും അറിയത്തില്ല അത് ഇതുവരെ, പക്ഷെ നിങ്ങൾ അതറിഞ്ഞാൽ ഞെട്ടും. മനുഷ്യനെ കരയിപ്പിച്ച് സിജൻ ഇപ്പൊ മനസ്സിൽ ആൽവിന്റെ ഈ ചേട്ടനൊക്കെ. പക്ഷെ ഞാൻ സമാധാനമായിട്ടിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഫോട്ടോ എല്ലാം അടിപൊളിയായിരുന്നു, ഫോട്ടോയും വീഡിയോസും എല്ലാം. ഇതൊക്കെ ഞാൻ സഹിക്കും. അല്ലെങ്കിൽ സിജന്റെ വായിക്ക് തെറി കേൾക്കും നിങ്ങളെല്ലാവരും. ഈ നാഗവല്ലിയുടെ ഫീമെയിൽ ഇല്ല, മെയിൽ കണ്ടിട്ടില്ലല്ലോ നിങ്ങളാരും. സിജനാ, സിജന്റെ ഈ മുടിയൊക്കെ ഇങ്ങനെ നാക്കിയാൽ മതി. ഇല്ല, അതെ അതെ അതെ, അതെ അതെ. ഭുവനേഷിന്റെ മലയാളം ഭയങ്കര രസമാണ്, എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് കേൾക്കാൻ ഭയങ്കര രസമാണ്. നമുക്ക് മലയാളം അറിയാത്ത, അത് പഠിച്ചു വരുന്ന ആൾക്കാരില്ലേ, വേറെ ലാംഗ്വേജിലുള്ള ആൾക്കാർ, ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും തമിഴാണെങ്കിലും, അപ്പോൾ അവരൊക്കെ സംസാരിക്കാൻ കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ അത് ഞാൻ എപ്പോഴും എൻ്റെ അമ്മയുടെ അച്ഛനോട് എല്ലാവരും, ഫാമിലി എല്ലാവർക്കും തമിഴ് അറിയാം. അപ്പം എല്ലാവരും തമിഴ് അവൻ്റെ അടുത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ആരും തമിഴ് സംസാരിക്കരുത്, മലയാളം സംസാരിക്കുക, അവൻ പഠിക്കട്ടെ എന്ന് പറയും. അപ്പം അത് കേട്ടിട്ട് ഭുവനേഷും അവരുടെ അടുത്ത് മലയാളം സംസാരിക്കുന്നത്, കുറച്ച് മലയാളം. മോളെ, ഭുവനേഷിനെ ഇനി അവരെ അച്ഛനെ അമ്മയുടെ നിന്നൊക്കെ മാറ്റി മലയാളമൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെ തിരുവനന്തപുരത്ത് സെറ്റിലാക്കാനൊന്നും നോക്കല്ലേ. ഭുവനേഷിൻ്റെ ഒരു അച്ഛനും അമ്മയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ചെന്നൈയിലോ എവിടെയല്ലേ താമസമൊക്കെ, തമിഴ്നാട്ടിലാണ്. അപ്പോൾ അതുപോലുള്ള ക്രൂരതകളൊന്നും കാണിക്കണ്ട. ഓക്കെ, പുള്ളിക്ക് ഇഷ്ടത്തിനുള്ള വഴിക്ക് വിട്ടേക്കാം. പുള്ളിക്ക് നിങ്ങൾ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുമ്പോൾ തന്നെ
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്ത് പയ്യെ 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 പുള്ളി അത് പഠിച്ചോളും. അല്ലാതെ എടുത്തു ചാടി അങ്ങ് പഠിപ്പിക്കാനൊക്കെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളിക്ക് ചിലപ്പോൾ ഒരു എന്തെങ്കിലും മനസ്സിൽ ചിലപ്പോൾ തോന്നും. മനുഷ്യരല്ലേ, അതുകൊണ്ട് പുള്ളിയുടെ വഴിക്ക് അങ്ങ് വിട്ടേക്കാൻ മോളെ. ഓക്കെ, ബാക്കി കാണാം. തമിഴ് കൂടെ മിക്സ് ചെയ്തു. അപ്പം അത് കേൾക്കാൻ ഭയങ്കര രസം. ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സാപ്പിട്ടാച്ചാ ആ എപ്പടി ഇருக்கு നേരെ ഇருக்கு ഇല്ല ഇല്ല അവിടെ തരീക്കും. പക്ഷെ നല്ല രസം. എന്തെങ്കിലും ചോദിച്ചു ഇനി എൻ്റെ മാത്രം ചോദിക്കില്ലേ, പുള്ളി എടുത്ത് ഇനി പോവോ കവർ ചെയ്യുന്നുണ്ട്. ആരെടുക്കുന്നുണ്ട്? ഇവിടെ ആളുണ്ടോ? ഭൂ ഒന്നും മിണ്ടുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചോദിക്കുക, ഒന്നും പറയില്ല. നമ്മൾ പറഞ്ഞ കേട്ടോ, കണ്ടന്റ് ഒന്നും കൊടുക്കല്ലേ പോവാന്ന്. ശരിക്കും വെൽ പ്ലാൻഡ് ആണ്. ഓക്കെ, നല്ല പ്ലാൻഡ് ആണ്. ഓരോ വീഡിയോസും ഈ കല്യാണം തന്നെ ഈ കൊച്ചു വെളുപ്പം കാലത്ത് കൊണ്ടുവച്ച് നടത്തിയതിലും മെയിൻ ബ്രെയിൻ അനുമോളാണ്. പിന്നെ ബിഗ് ബോസിൽ കപ്പടിക്കുന്നതിന് മുന്നേ പറഞ്ഞു, എനിക്ക് പി ആറിന് എന്താന്ന് പോലും അറിയില്ല, എനിക്ക് പി ആർ വിനുവിനെ അറിയില്ലായിരുന്നു, അതാരാണ്. അതുപോലുള്ള തള്ളുകളൊന്നും വേണ്ട. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കുരുട്ടുബുദ്ധിയൊക്കെ ഇവിടെ ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന രീതി. വിവാഹം കഴിഞ്ഞിട്ട് പാർട്ട് ബൈ പാർട്ടായിട്ട് ഓരോ വീഡിയോസ് അടിച്ചിറക്കുന്നത്. അത് അടിച്ചിറക്കി യൂട്യൂബർ അവനൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല. ഓക്കെ, സമ്പാദിക്കുന്നതും ഒക്കെ ഒരു ഒറ്റ ലക്ഷ്യമുള്ളൂ, ഈ കണ്ടന്റ് കുറച്ച് നാളിട്ട് ഓട്ടിക്കുക, മാക്സിമം ഏണിങ്സ് ഉണ്ടാക്കുക. എന്തായാലും കല്യാണത്തിലൊക്കെ നല്ലപോലെ ചിക്കിളി ഇറങ്ങി കാണും. അതെല്ലാം യൂട്യൂബിൽ നിന്നും ഇങ്ങോട്ട് വലിക്കുക, അതാണ് ലക്ഷ്യമെന്ന് നമുക്കറിയാന്നേ. നമുക്ക് ബാക്കി അങ്ങോട്ട് കണ്ടു നോക്കാം. നമ്മളെ കണ്ടനൊന്നും കൊടുക്കല്ലേ പോവാ. എന്താന്ന് പറ ആറ് പറ എന്താ പറഞ്ഞേ? ഇല്ല കളിയാക്കൂല. ആര് കളിയാക്കും? നിന്നെ ആരെങ്കിലും കളിയാക്കും? ഞാൻ ഉണ്ട് ചോദിക്കാൻ. പിന്നെ ഞാനോ? ഞാൻ പിന്നെ നിന്റെ വൈഫല്ലേടാ, അപ്പൊ ഞാൻ കളിയാക്കിക്കോളൂ. നീ എന്നെ കളിയാക്കാറുണ്ടല്ലോ അല്ലേ? പക്ഷെ ഭുവൻ ആരെങ്കിലും കളിയാക്കി? ഭുവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ പോവാ. പുള്ളി ഭയങ്കര എന്തിനാ ഇപ്പോഴൊക്കെ ഇപ്പോൾ ഇല്ല അങ്ങനെ നമ്മൾ പറയാറായിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ജീവിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എല്ലാം ഇഷ്ടമാണ് ഇത്രയും അല്ല അങ്ങനെയല്ല. സുഹൃത്തുക്കളെ, അപ്പം നിങ്ങൾ കണ്ടല്ലോ, ശരിക്കും ഇൻസ്റ്റാഗ്രാം വഴി പെട്ടതാവാനാണ് ശരിക്കും ചാൻസ്. ഇവർ രണ്ടുപേരും ഇൻസ്റ്റാഗ്രാം ത്രൂ എന്തോ പരിചയപ്പെട്ട, സോഷ്യൽ മീഡിയ വഴി എന്തോ പരിചയപ്പെട്ടതാണ്. അത് മാട്രിമോണി വഴിയൊന്നും പരിചയപ്പെട്ട് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടു, അനുമോള് വീട്ടിൽ പ്രസന്റ് ചെയ്തു. വീട്ടുകാർ ആദ്യം അക്സെപ്റ്റ് ചെയ്ത് നടത്തില്ല, പിന്നെ സ്ട്രോങ് ആയിട്ട് നിന്നു. വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തു. പുള്ളിക്കാരനോട് പറഞ്ഞു കാണും നാട്ടിൽ വന്ന് നിൽക്കാൻ, ഇന്ന് സെറ്റിലാവും, എനിക്ക് വീട്ടിൽ സമ്മതിക്കുന്നു, എന്തെങ്കിലുമൊക്കെ വീട്ടുകാർ പറഞ്ഞു കാണും. അപ്പോൾ പുള്ളിക്കാരെ ഫാമിലിയായിട്ട് ഇപ്പോൾ ട്രിവാൻഡ്രം വന്ന് സെറ്റിലായി. എന്തായാലും അനുമോളൊരു ഭാഗ്യവതിയാണ്, നല്ലൊരു പയ്യനെ കിട്ടി. അതും മറ്റൊരു സ്റ്റേറ്റിലായിട്ട് പോലും അനുമോളുടെ നാട്ടിൽ വന്ന് താമസിക്കുകയാണ്. ഇതിൽ പരമൊക്കെ ഒരു പെണ്ണിന് ഇനി എന്താണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്? അതിൽ തന്നെ ഊഹിക്കാം അവൻ അവളോടുള്ള സ്നേഹം. ഓക്കെ, നന്നായിട്ട് വരട്ടെ. അതിനെ തുടങ്ങി നന്നായി വരട്ടെ. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. ഞാനൊരു ഗസ്റ്റ് അടിച്ച് പറഞ്ഞാണ്, അനുമോൾ അങ്ങോട്ട് പ്രപ്പോസ് എന്ന് ഞാൻ പറഞ്ഞതാണ്. ശരിക്കും എനിക്ക് അങ്ങനെ തോന്നി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോയിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ രേഖപ്പെടുത്തുക. പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതുകൊണ്ട് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണ് കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.